ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ചട്ടിപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റംദാൻ സ്പെഷ്യൽ. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അത് പച്ചവെള്ളം ഒഴിച്ച് കട്ടല്ലാതെ കലക്കിയെടുക്കുക. ഈ പരുവത്തിലാണ് വേണ്ടത്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ദോശയാക്കിങ്ങാണ്ട് ചുട്ടെടുക്കുക. ഇത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കുക. അതേപോലെ ദോശയാക്കിയിട്ട് ഒഴിക്കാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശയാക്കി വെച്ചതാണ്. എല്ലാ മാവും ഇതേപോലെ ചുട്ടെടുക്കുക, ഒരേ വലുപ്പത്തിൽ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വട്ടത്തിൽ ഉണ്ടാക്കുക ദോശ. ഇനി 4 മുട്ട എടുത്തിട്ട് ഇതേപോലെ ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക, ഏലക്കായ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു 4-5 മുട്ട എടുത്ത് പൊട്ടിച്ച് കുറച്ച് ഏലക്കായ ഇട്ടിട്ട് നല്ലതുപോലെ കലക്കിയെടുക്കുക. അഞ്ചോ 6 മുട്ട വേണ്ടി വരും. പോരെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു ചട്ടി എടുത്തിട്ട് പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കോഴിമുട്ട അലത്തിയതും കോഴിമുട്ട കലക്കിയതും ദോശ എടുക്കുക. ഇനി ഒരു ഉണ്ടാക്കുന്ന ചട്ടി എടുത്തിട്ട് അതിലേക്ക് നെയ്യോ ഓയിലോ തേച്ച് കൊടുക്കുക. ഇനി ഓരോ ദോശ അതിൽ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. ഒരു ദോശ വെച്ച് കുറച്ച് മുട്ട ഒഴിച്ച് കൊടുത്ത് ഇനി മുട്ട പൊരിച്ച് വെച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി വേറൊരു ദോശ വെക്കുക. കുറച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുക. കോഴിമുട്ട പൊരിച്ചതും അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ മുട്ടയും ഇതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അട്ടിയായിട്ട് വെക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഓരോ ലെയറിലും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക, പഞ്ചസാര. ഇനി എല്ലാതും ഇട്ട് കഴിഞ്ഞ് കോഴിമുട്ട ബാക്കിയില്ല അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ കസ്കസ് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കസ്കസ് ഉണക്കി വറുത്തെടുത്തതാണത്. കസ്കസും അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇനി അടുപ്പ് വെച്ച് പഴയൊരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. എന്നിട്ട് സിമ്മിലാക്കി വെക്കുക. ഒരു 15 മിനിറ്റ്, 15-20 മിനിറ്റ്. വേവായി. ഇനി വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക, മേൽഭാഗം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്.
2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.